അറഫ നോമ്പ് നോൽക്കുന്നത് ഹജ്ജിന് പോകാത്തവരാണ്. പിന്നെ അറഫയിൽ പോയവരുടെ പണി എന്താണ്? ഒരേ ഒരു പണി, ദുആ. ആ ദുആക്ക് ശക്തി സംഭരിക്കാൻ, ആഫിയത്തുണ്ടാവാൻ, അതിനാണ് അവർക്ക് നോമ്പ് പോലും സുന്നത്തില്ല എന്ന് പറഞ്ഞത്. ആ അറഫയിലെ ദുആയാണെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലെ ദുആയാണെങ്കിലും ഏത് പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിലും നിബന്ധനയാണ് സ്വലാത്ത് ചൊല്ലണം. ഏത് നിസ്കാരവും സ്വഹീഹാകണമെങ്കിലുള്ള നിബന്ധനയാണ് സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവുമായി നമ്മൾ ബന്ധപ്പെടുന്നതാണ് ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ അസ്സലാ, സിലത്തുൽ അബ്ദി വബൈന റബ്ബി, അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്, ഒരു സിലയാണ്, ഒരു ബന്ധമാണ് നിസ്കാരം. ആ നിസ്കാരം മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? റുക്കോ ഇല്ല, സുജൂദില്ല, അത്തഹിയാത്തില്ല, പക്ഷേ മയ്യത്ത് നിസ്കാരത്തിൽ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലണം. മുത്തുനബിക്ക് മാത്രമല്ല, ബഹുമാനോടെ തങ്ങൾ ഇവിടെ ഉണ്ട്. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഫദ്ലുകുമോ മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. അള്ളാന്റെ റസൂലിന്റെ കുടുംബമേ, തങ്ങന്മാരെ, അഹ്ലു ബൈത്തെ, നിങ്ങളുടെ മഹത്വം എത്രമേൽ വലുതാണ്. കാരണം നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാതെ ഒരാളുടെ നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല, സ്വഹീഹാവുകയില്ല. എന്തേ? അള്ളാന്റെ റസൂലിന്റെ കുടുംബമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ മഹത്വമില്ലേ? എന്താ മദീനയുടെ പ്രത്യേകത? മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നായിരുന്നു. ഒരു നാടിൻ്റെ പേര് മാറുകയാണ്. എന്നിട്ടോ മദീന എന്ന് പറഞ്ഞ ഒരു പേരല്ലല്ലോ. മദീന ദുബൈ, മദീന അബുദാബി, മദീന കാസർഗോഡ് ഒക്കെ പറഞ്ഞൂടെ? കാസർഗോഡ് സിറ്റി, കാസർഗോഡ് പട്ടണം, ദുബൈ പട്ടണം, ഏത് പട്ടണത്തിനും മദീന എന്ന് പറയാം. മദീന എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി എന്ന് മാത്രമല്ലേ അർത്ഥമുള്ള ഒരു ടൗൺ, അതൊരു പേരല്ലല്ലോ. പക്ഷേ മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പട്ടണം, ആ പട്ടണത്തിന് പിന്നെ മറ്റൊരു പേരില്ല. അത് അള്ളാന്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ടതാണ്. ആ മദീന എന്ന മണ്ണിനെ, ആ നാടിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് ഈമാനിന്റെ അടയാളമാണ്. ഏതെങ്കിലും ഒരു മണ്ണിൽ നിങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മദീനയിൽ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുക. മദീനയിലെ ഒരു പുണ്യമായ സ്ഥലം, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. കഅബാലയത്തിന്റെ ഉള്ളിനെ പോലും അത് പറഞ്ഞില്ല. എന്റെയും എൻ്റെ വീടിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗള. ഭൂമിയിൽ ഇൽമിന്റെ സദസ്സിനെ കുറിച്ച് മുത്തുനബി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞു. എപ്പോഴും ഏത് കാലത്തും റൗളയായ ഒരേ ഒരു സ്ഥലം അത് മദീനയിലാണ്. അത് മുത്തുനബിയുടെ നാടാണ്. എന്താണ് മാ ബൈന ബൈതി വ മിംബരി? ആ പരിധിയുടെ മാനദണ്ഡം. അള്ളാന്റെ റസൂൽ ഖുത്ബ നിർവഹിക്കാൻ പോയി വീട്ടിൽ നിന്ന്. ആ ഖുത്ബ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പലപ്പോഴും വെള്ളിയാഴ്ച ഖുത്ബയല്ലാതെ മറ്റുള്ള പ്രഭാഷണങ്ങൾക്കും ആ മിമ്പറിൽ മുത്തുനബി കയറാറുണ്ട്. ഇൽമു പറയാൻ. ലോകത്തെ ഏറ്റവും വലിയ ആലിം, ആ ആലിമിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലം അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുത്തുനബിയുടെ നാടിനെ സ്നേഹിക്കണം, മുത്തുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കണം, മുത്തുനബിയുടെ അനുയായികളെ, സ്വഹാബത്തിനെ സ്നേഹിക്കണം, അൻസാറുകളെ സ്നേഹിക്കണം, മുഹാജിറുകളെ സ്നേഹിക്കണം, മുത്തുനബിയുടെ ഭാര്യമാരെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അള്ളാന്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സ്നേഹിക്കണം. അപ്പൊ മുത്തുനബി ജനിച്ച മാസത്തെ സ്നേഹിക്കണ്ടേ? മുത്തുനബി ജനിച്ച ദിവസത്തെ സ്നേഹിക്കണ്ടേ? മുത്തുനബി ജനിച്ച സ്ഥലത്തെ സ്നേഹിക്കണ്ടേ? മക്കത്ത് പോയാൽ അള്ളാന്റെ റസൂല് ജനിച്ച ആ വീട്
അമീർമാരിങ്ങനെ കാണിച്ചു കൊടുക്കും അല്ലേ, ഇപ്പോൾ അവർ ലൈബ്രറിയാണ്. പക്ഷെ അത് അവിടെ ഒരു പള്ളിയായിരുന്നു. ആ പള്ളിയുടെ ഉള്ളിൽ അള്ളാന്റെ റസൂല് ജനിച്ച കൃത്യമായ സ്ഥലം, ആമിന ബീവി പ്രസവിച്ച ആ സ്ഥലത്ത് വെള്ളിക്കൊട്ടുകൊണ്ട് പ്രത്യേകമായി അലങ്കരിച്ച് ബഹുമാനിച്ച് ആ സ്ഥലം സംരക്ഷിച്ചിരുന്നു. ഇറാഖിൽ പോയാൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലം അങ്ങനെ പ്രത്യേകമായി അലങ്കരിച്ച് സംരക്ഷിക്കുന്നുണ്ട്. നബിമാര് ജനിച്ചാൽ ആ സ്ഥലത്തിന് പുണ്യമുണ്ട്, അവരുടെ ജനനത്തിന് പുണ്യമുണ്ട്. ഒരു സാധാരണ ജനനമല്ലല്ലോ അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടാണ് മുത്ത് നബിയുടെ ജന്മം നമ്മൾ ആഘോഷിക്കുന്നത്, സന്തോഷിക്കുന്നത്? നമ്മളല്ലാതെ പിന്നെ ആരാണ് ആ ജന്മത്തിൽ സന്തോഷിക്കേണ്ടത്? നേരത്തെ ഇവിടെ ഉസ്താദ് ഓതിയില്ലേ ആയത്ത്, നമ്മുടെ ഈ പ്രമേയത്തിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ആയത്ത് അതാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇത് മലക്കുകളോട് പറഞ്ഞില്ല അല്ലേ? നിങ്ങൾ ചിന്തിക്ക്, മുത്ത് നബിയുടെ വരവ് ഇനി അത് ഒന്നുകൂടെ വിശദീകരിച്ചു പടച്ച റബ്ബ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതൻ കടന്നു വന്നു. മലക്കുകളിൽ നിന്നല്ല, ജിന്നുകളിൽ നിന്നല്ല. എന്നാൽ മലക്കുകളുടെ നേതാവ്, ജിന്നുകളുടെ നേതാവ്, എല്ലാ പടപ്പുകളുടെയും എല്ലാ ലോകരുടെയും നേതാവ്, ആ നേതാവ് ഈ ഭൂലോകത്തേക്ക് ഒരു മനുഷ്യനായി, മനുഷ്യനായകനായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു. മലക്കുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും, ജിന്നുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു മനുഷ്യനായി വന്നു എന്നതിൽ മനുഷ്യരല്ലേ ഏറ്റവും സന്തോഷിക്കേണ്ടത്? എല്ലാ ലോകർക്കും കരുണക്കടലായ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി, ആ മുത്തുനബിയെ മനസ്സിലാക്കാൻ, ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. പല ആളുകളും ചോദിക്കാറുണ്ട്, അവർക്കെന്താ ബേജാറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടത് റബീഉൽ അവ്വലിലല്ലേ, റബീഉൽ അവ്വൽ 12-നല്ലേ? അന്ന് കറുത്ത ബേഡ്ജ് കുത്തി നടക്കണ്ടേ? അന്ന് നിങ്ങളിങ്ങനെ ദഫ് മുട്ട, അന്ന് നിങ്ങളിങ്ങനെ പാട്ട് പാടുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം സാധാരണ മരണമല്ല. നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മുടെ ഭാര്യയെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ വേറെ ആൾക്ക് കല്യാണം കഴിച്ചൂടെ? പറ്റൂലേ? നിങ്ങൾക്കൊരു പേടി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കും നമ്മുടെ ഭാര്യമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ. മുത്തുനബിയുടെ ഭാര്യമാര് അള്ളാന്റെ റസൂല് മരണപ്പെട്ടാൽ, ആയിഷ ബീവിക്ക് എത്രയൊന്ന് പ്രായം? ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കല്യാണ പ്രായം എത്തിയിട്ടുള്ളൂ. എത്ര? 19 വയസ്സ് മുത്തുനബി വഫാത്താകുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ കല്യാണപ്രായത്ത് ആയിഷ ബീവിക്ക് ആരോഗ്യമല്ലേ, പക്ഷേ ആയിഷ ബീവി വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം മുത്തുനബിയുടെ മരണം സാധാരണ മരണമല്ല. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ അനന്തര സ്വത്ത് ഓഹരി ചെയ്യൂലേ? ഭാര്യക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, മക്കൾക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്ത് ഓഹരി ചെയ്യപ്പെടൂല. ഭാര്യക്കൊരു വിഹിതം, മക്കൾക്കൊരു വിഹിതം, അങ്ങനല്ല. പിന്നെ മുത്തുനബിയുടെ സ്വത്തോ അത് പൊതു സ്വത്താണ്, അത് മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അത് അമ്പിയാക്കളുടെ മുഴുവൻ പ്രത്യേകതയാണ്. ലാ നൂറത്ത്, ഞങ്ങളുടെ സ്വത്ത് അനന്തരമായി എടുക്കപ്പെടൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തിയതല്ലേ, മുത്തുനബി വിശദീകരിച്ചതല്ലേ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ, ഒരു നബിയുടെയും ശരീരം മണ്ണ് തിന്നൂല. നമ്മുടെ മരണം പോലെയുള്ള മരണമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കാരം നടന്നു. പക്ഷെ ആരും ഇമാമ നിന്നില്ല. മരിച്ചാൽ ആരെങ്കിലും ഒരാൾ ഇമാമത്ത് നിൽക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ തർക്കം കൂടാറുണ്ട്, മക്കൾ തന്നെ നിൽക്കേണ്ടത് അല്ലേ? അതല്ലെങ്കിൽ അവർക്കതിൻ്റെ കടമയാണ്, അതിനങ്ങനെ വാശി പിടിക്കൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മയ്യത്ത് നിസ്കരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ അല്ല റളിയല്ലാഹു.
ഏറ്റവും നല്ല ആലിമാണ്, പണ്ഡിതനാണ്, മകനാണ്. പക്ഷേ ഇമാമത്തൊന്നുമില്ല. അന്നത്തെ വലിയ ഒരു സൂഫിയും വലിയ മഹാനായൊരു സ്വഹാബി സുഹൈബ് റളിയല്ലാഹു അൻഹു മഹാനവരാണ് ഇമാമത്ത് നിന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ആയിഷ ബീവിയുടെ, ഫാത്തിമ ബീവിയുടെ, സിദ്ദീഖ് തങ്ങളുടെ, ഓരോ മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ ഭാര്യ വഫാത്തായപ്പോൾ ശിഹാബ് തങ്ങൾ വന്ന് മയ്യത്ത് നിസ്കരിക്കണമെന്ന് ശംസുൽ ഉലമ ആഗ്രഹിച്ചു. അനുജൻ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ എന്ത് ശംസുൽ ഉലമയല്ലേ ഏറ്റവും നല്ല യോഗ്യൻ ഇമാമത്ത് നിൽക്കാൻ? ഇല്ല, നമ്മളൊക്കെ ചില ആളുകൾ വെറുതെ വാശി പിടിക്കും. നല്ല ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ ഉണ്ടാവും മയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയ നല്ല തക്കവുള്ള ആളുകൾ. ചില മക്കൾ തന്നെ വാശി പിടിച്ച്, അതൊരു തെറ്റായ ധാരണയാണ്, ബാധ്യതയാണ് അവർക്ക്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാന്റെ റസൂലും വഫാത്തായപ്പോൾ ആരാ ഇമാമ നിന്നത്? സിദ്ദീഖ് തങ്ങളില്ലേ, ഉമർ തങ്ങളില്ലേ, അലിയാർ തങ്ങളില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, നബിയേ അന്ത ഇമാമുന ഹയ്യൻ വ മൈതാ. മുത്ത് നബിയെ, അങ്ങ് തന്നെയാണ് ഇമാമ്. അങ്ങ് മുന്നിൽ കിടക്കുമ്പോൾ ഇവിടെ പിന്നെ വേറൊരു ഇമാമില്ല. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടു പോയപ്പോഴും അങ്ങ് തന്നെയാണ് ഇമാം നബിയെ എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കി, മുത്തുനബിയുടെ മരണം നമ്മുടെ മരണം പോലെയല്ല. മുത്തുനബിയുടെ മരണം കറുത്ത ബാഡ്ജ് കെട്ടി ആഘോഷിക്കേണ്ടതല്ല. ഇനി ഇസ്ലാമിൽ അങ്ങനെ ആര് മരിച്ചാലും ഇല്ലല്ലോ, 3 ദിവസത്തെ ഒരു ദുഃഖാചരണം അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ച് മൺമറഞ്ഞു പോയിട്ടില്ല. ഇന്ന് ഇശാക്ക് ബാങ്ക് കേട്ടപ്പോ, ഇഖാമത്ത് കേട്ടപ്പോ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷി പറയുന്നു. ബാങ്ക് വിളിച്ചയാളും ഇഖാമത്ത് വിളിച്ചയാളും കേട്ടാളും എല്ലാവരും പറഞ്ഞു, ഞാൻ സാക്ഷിയാണ്. എന്തിന്? അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ ആയിരുന്നു എന്നല്ല. 1400 കൊല്ലം മുമ്പ് 40-ാമത്തെ വയസ്സിൽ നബിയായി, 63-ാമത്തെ വയസ്സിൽ വഫാത്തായി, 23 കൊല്ലം മൂപ്പര് ഭരണം നടത്തി നബിയായിട്ട് ഒരു എക്സ് നബി അല്ല. അള്ളാന്റെ റസൂൽ ഇപ്പോഴും ആരാണ്? അള്ളാന്റെ റസൂൽ. ഞാനതിന് സാക്ഷിയാണ്. സാക്ഷികളാവണ്ടേ? സാക്ഷി എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടണ്ടേ മനുഷ്യന്മാരെ? അതിനാണ് റബീഉൽ അവ്വൽ, അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കേണ്ടത്. മുത്തുനബിയുടെ ചരിത്രം പറയുകയല്ല, മുഹമ്മദ് നബി അള്ളാന്റെ റസൂൽ ആയിരുന്നു എന്നല്ല, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്. എപ്പോ? ഇപ്പോഴും ആണ്. തുഅറദു അമാലു ഉമ്മത്തി അലയ്യ, എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ അമലുകളും എനിക്ക് അതാത് സമയത്ത് കാണിക്കപ്പെടും. അവർ നല്ലത് ചെയ്യുമ്പോൾ ഞാൻ പടച്ച റബ്ബിന് ശുക്ർ ചെയ്യും. അവർ ചീത്തത് ചെയ്യുമ്പോൾ അവർക്ക് പുറത്ത് കിട്ടാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുമെന്ന് ഷഫീഉനാ ത്വാഹ റസൂലുള്ളാഹി. ദുബൈ സുന്നി സെന്റർ മദ്രസയിൽ SKSSFന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ മുത്തുനബിയുടെ മൗലിദ് ഓതാൻ, സ്വലാത്ത് ചൊല്ലാൻ ഈ മജ്ലിസിൽ നമ്മൾ വന്നു ചേർന്ന് അള്ളാന്റെ റസൂൽ കാണുന്നു. ഇത് സ്വഹിയായ ഹദീസാണ്, അത് വിശ്വസിച്ചേ പറ്റൂ. എന്നാലേ മുത്തുനബിയുടെ വിശ്വാസം പൂർണ്ണമാകൂ. അത് മനസ്സിലാക്കണം. അല്ലാതെ മുഹമ്മദ് നബി ഒരു നവോത്ഥാന നായകനായിരുന്നു, മുഹമ്മദ് നബി ഒരു നല്ല രാഷ്ട്ര പിതാവായിരുന്നു, നല്ല ഒരു കാരുണ്യവാനായിരുന്നു, കരുണാനിധിയായിരുന്നു, മഹാത്മാഗാന്ധിയെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് പോരാ. അതല്ല മുത്തുനബിയെ മനസ്സിലാക്കൽ. ഫീമാനി കല്ലനാമോ ഖത്തബദ്ദത് ഹൈരീന, അല്ലാഹുവിന്റെ റസൂലെ അങ്ങയെ മനസ്സിലാക്കിയവരൊക്കെ പതറിപ്പോയി. ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയവർ പരിഭ്രാന്തരായി പോയി. കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർ പോലും, കാരണം മുത്തുനബിയുടെ അസ്റാറുകൾ, മുത്തുനബിയുടെ രഹസ്യങ്ങൾ, മുത്തുനബി ആരാണ്, ആ മുത്തുനബിയെ കുറിച്ചാണ് ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശർ,
യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജർ. കല്ല് എല്ലാം കല്ലാണ്, പക്ഷെ ഇത് മാണിക്യമാണ്. എല്ലാവരും മനുഷ്യരാണ്, ഇത് സാധാരണ മനുഷ്യനല്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. ആ മുത്തുനബിയെ തിരിച്ചറിയുമ്പോഴാണ് മഹബത്ത് അധികരിക്കുന്നത്. ആ മഹബത്ത് പൂർണ്ണമാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമാവുക. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, എല്ലാവരെക്കാളും മുത്തുനബിയെ സ്നേഹിച്ചാലേ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമുക്ക് സത്യത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? സ്വന്തം ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, ഈ ദുനിയാവിൽ നമ്മൾ സ്നേഹിക്കുന്നവരെക്കാൾ മുത്തുനബിയെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മാർത്ഥമായി പറയണം. നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മളിങ്ങനെ പറയാം, ഉണ്ടെന്ന് പറയും. സ്നേഹം, ഹുബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ അസദി ഉസ്താദ് ഇവിടെ അവസാനം പറഞ്ഞു വെച്ച കാര്യം, മുത്തുനബിയുടെ ഷഫാഅത്ത്. ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. കയ്യും കണക്കില്ലാതെ ഞാൻ കുറ്റമനവധി ചെയ്തു പോയി, അങ്ങയോടാണാവലാതി പറയുവാ ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി. മങ്കൂസ് മൗലിദിലെ ഈ മനോഹരമായ വരി അങ്ങനെ നമ്മുടെ തെരുവുകളിൽ പാടിയിട്ട്, ഇതാ സുന്നികൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ നബിയോടാണോ പാപം പൊറുക്കാൻ ആവശ്യപ്പെടുന്നത്? അല്ലേ? നമ്മളിവിടെ പാപം പൊറുക്കാൻ നബിയോട് ആവശ്യപ്പെടുകയല്ല. ഞാനൊരിക്കൽ മമ്പുറത്ത് സിയാറത്തിന് പോയപ്പോൾ, എൻ്റെ വൽമത്തം പറയല്ല, സിയാറത്ത് കഴിഞ്ഞിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരു ഉപ്പ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നെ പരിചയമുള്ള ആളാണ്. ഇപ്പോൾ നോക്കുമ്പോൾ പരിചയമൊന്നുമില്ല. അയാൾ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് തെറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. എൻ്റെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടെന്ന്. ഇയാൾ ശരി കണ്ണീരിങ്ങനെ ഒലിച്ച് ഒഴുകുകയാണ്. ഇയാളിങ്ങനെ കെട്ടിപ്പിടിച്ച് പിടിവിടാതെ ഇയാൾ തേങ്ങി തേങ്ങി കരയാണ്. അപ്പം ഇയാൾ ഏത് മൗലവിമാരെ കണ്ടാലും എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാതെ ഞാൻ സലാഹുദ്ദീൻ ഫൈസ മനസ്സിലാക്കിയിട്ടല്ല. മമ്പുറത്ത് വരുന്ന ഏത് ഉസ്താദുമാരെ കണ്ടാലും ഈ പ്രായമുള്ള മനുഷ്യൻ പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്. എന്തിനാണ് പറയണത്? ഉസ്താദ് നിങ്ങൾ പുറത്തു തരണമെന്ന് കുമ്പസരിക്കല്ല, പിന്നെ നിങ്ങൾ ദ്വയർക്കണം. അങ്ങനെ ഒരു വിശ്വാസമാണല്ലോ ആളുകൾക്ക്. മൂല്യന്മാർ, തങ്ങന്മാർ ദ്വയർന്ന അള്ളാഹ് സ്വീകരിക്കുന്നു. അള്ളാഹു നമ്മുടെയൊക്കെ ദുആ കബൂലാക്കട്ടെ. തങ്ങന്മാരോട് ദ്വയർക്കാൻ പറയും. അതായത് പലപ്പോഴും റമദാനൊക്കെ ആയാലാണ് പാപം പൊറുക്കാൻ വേണ്ടി ദ്വയർക്കാൻ പലപ്പോഴും ആവശ്യപ്പെടുക, അല്ലേ? അപ്പോഴതിൻ്റെ സീസൺ എപ്പോഴും വേണം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഇത് മുത്തുനബിയോട് പറയാം, അല്ലേ? ആവലാതി പറയണം, ഏറ്റു പറയാണ്. ഈ പാപം പുറത്ത് കിട്ടണം, അതിനുള്ള വഴി ഇനി അടുത്തത് പറയാൻ പോവുക. ആരോടാണ് ഇത് പറയുന്നത്? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അങ്ങുപ്പയോ ഞങ്ങൾ കണ്ടില്ലവരിലും നന്മയങ്ങേക്കുള്ള പോൽ. സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽഹബീബിൽ അറബി. ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഞങ്ങളെ സ്നേഹിച്ച നബിയെ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മുത്തനബിയെ നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയാത്തത്. നമ്മുടെ സ്വന്തം ഉമ്മയേക്കാൾ നമ്മെ ഓരോരുത്തരെ അങ്ങേയറ്റം സ്നേഹിച്ചത്, ഉപ്പയേക്കാൾ നമ്മെ സ്നേഹിച്ചത്, ഇപ്പോഴും സ്നേഹിക്കുന്നത്, ഇപ്പോഴും മുത്തുനബി മദീന മുനവ്വറയിൽ കടന്ന് നമ്മളൊരു തെറ്റ് ചെയ്താൽ പോലും നമുക്ക് ആ പശ്ചാത്താപമില്ലെങ്കിൽ പോലും മുത്തുനബി റബ്ബിനോട് പറയാണ്, അല്ലാ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ പുറത്തു കൊടുക്കണേ എന്ന്. അതുകൊണ്ടാണ് ആ മുത്തുനബി അല്ലാഹ് പരിചയപ്പെടുത്തിയത്, അസീസുൻ അലൈഹി മാ അനിത്തും
നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായാൽ നിങ്ങളെക്കാൾ പ്രയാസപ്പെടുന്നത് മുത്തുനബിയാണ്. നമുക്കറിയോ, നമ്മുടെ ഉമ്മ, എൻ്റെ നാട്ടിലൊരു കള്ളുകുടിയനായ ചെറുപ്പക്കാരൻ കള്ള് കുടിച്ച് വന്ന് ഉമ്മയെ തല്ലും. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഇവന് വയസ്സ് 40-45 വയസ്സുമായിട്ട്. ദിവസം കള്ള് കുടിച്ച് വന്ന് ഉമ്മാനെ തല്ലും, മുടിക്കെട്ട് പിടിച്ച് ചുമരിനൊക്കെ ഇടിക്കും. ഉമ്മ ഒരു ദിവസം ഗതിമുട്ടി കഷ്ടപ്പെട്ട് വന്നിട്ട് പള്ളി കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുത്തു. ഇതിന് തീരുമാനം ഉണ്ടാക്കണം, എൻ്റെ മകൻ കള്ളു കുടിച്ച് വന്നിട്ട് എന്നെ ഉപദ്രവിക്കാണ്, തല്ലാണ്. അപ്പം മഹല്ല് കമ്മിറ്റിക്ക് അറിയാലോ അപ്പം ഇവൻ ആരാന്നുള്ളത്. പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ടു പ്രസിഡന്റ് എന്ന് എഴുതിയ ഭാഗത്ത് ടു സർക്കിൾ ഇൻസ്പെക്ടർ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിട്ട് ഈ കത്തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അവർ തങ്ങളാണ് പ്രസിഡന്റ്. ഉടനെ ഇമ്മ ചോദിച്ചെന്താണെന്നറിയാം, തങ്ങൾ പാവാ ഓലിൻ്റെ കുട്ടീനെ തല്ലൂലേ? ആര്? പോലീസിന് ഇത് കൊടുക്കാൻ മകൻ കഴിഞ്ഞിട്ടല്ല. ഈ ഉമ്മാൻ്റെ പ്രശ്നം മകൻ്റെ തല്ല് കിട്ടുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പോലീസിൽ പോയാൽ പോലീസുകാരെൻ്റെ കുട്ടീനെ, അത് ഉമ്മാൻ്റെ സ്നേഹം. ആ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ മറ്റുള്ളവരെക്കാൾ നമ്മെ മുത്തുനബി സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയലാണ് നമ്മുടെ വിജയം. നമ്മൾ ഏത് വേദനയും പറയല്ലോ ഉമ്മാനോട്, അല്ലേ? ഉമ്മ എന്നുള്ളൊരു വിളിയുണ്ട്. ഏത് വേദനയും പറയാനുള്ള മടിത്തട്ടാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് നബിയോട് പറയാണ്, നബിയേ, കയ്യും കണക്കുമില്ലാതെ തെറ്റ് ചെയ്തു പോയ പാപിയാണ് ഞാൻ. എന്തിന്? അങ്ങേക്കൊരധികാരം വരാനുണ്ട്. ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എൻ്റെ ശഫാഅത്ത് എൻ്റെ ഉമ്മത്തിലെ പാപികൾക്കാണ്. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡാണ്, ശുപാർശയാണ്. അതാർക്കാണ് ആവശ്യം? എൻ്റെ ഉമ്മത്തിലെ പാപികൾക്കാണ്. അള്ളാഹുവിനോട്, പടച്ച റബ്ബിനോട് മുത്തുനബി ശഫാഅത്ത് ചെയ്യും, റബ്ബേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ് ഇന്നയാള്, പാപിയാണ് റബ്ബേ, നീ പുറത്തു കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ശുപാർശ ചെയ്യുകയാണ്, ശഫാഅത്ത് ചെയ്യുകയാണ്. ഈ ശഫാഅത്ത് ആർക്കാണ് ആവശ്യം? പാപികൾക്കാണ്. അപ്പം ആ പാപി പറയാണ്, നബിയെ, ഒരുപാട് തെറ്റ് ചെയ്തു പോയ പാപിയാണ് ഞാൻ. അങ്ങയോട് ആവലാതി പറയുകയാണ്. എന്തിനാണ് ആവലാതി? അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. നാളെ മഹ്ശർ ദിനമതിൽ നൽകണം ശഫാഅത്ത്. കിട്ടാതെ പോയാൽ ഞങ്ങളിൽ എന്തുണ്ട് യാ ഖൈറൻ നബി? അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആ ശഫാഅത്തിൻ്റെ അവകാശിയോട്, മുത്തുനബിയോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മക്കത്ത് പോയാലും മദീനത്ത് പോയാലും ഏത് പള്ളിയിൽ ബാങ്ക് കഴിഞ്ഞാലും ഇഖാമത്ത് കഴിഞ്ഞാലും ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? ഒരഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല വദ്ദറജത്തർ റഫീഅ വബഅതു മഖാമൻ മഹ്മൂദ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. വർസുഖ്നാ ശഫാഅതഹു എന്ന് ചില ആളുകൾ ദ്വാരക്കാറില്ല. വേണ്ട, ദ്വാരക്കണ്ട. ദ്വാരന്നിട്ടില്ലെങ്കിലും ഈ ദ്വാ കൊണ്ടുള്ള നേട്ടം എന്താണ്? ബാങ്കിനും ഇഖാമത്തിനും ശേഷം ഈ ദ്വാ നടത്തിയാലുള്ള നേട്ടം സ്വഹീഹായ ഹദീസിൽ മുത്തുനബി പറഞ്ഞു, ഹല്ലത്ത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് കിട്ടും. നമ്മളൊന്നും കൂടെ നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചു, വറസുഖ്നാ ശഫാഅത്ത എന്നുകൂടെ എന്ത് ചെയ്യണം? ദ്വാരക്കണം. അതിൻ്റെ നേട്ടം മനുഷ്യന്മാരെ നിങ്ങൾ പറയും, ബാങ്ക് കഴിഞ്ഞ ഉടനെ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്. മുത്തുനബി പറഞ്ഞു, ബാങ്ക് കഴിഞ്ഞ ഉടനെ ദ്വാക്ക് ഉത്തരം കിട്ടും, ഇഖാമത്ത് കഴിഞ്ഞ ഉടനെ ദ്വാക്ക് ഉത്തരം കിട്ടും. നമുക്ക് ചോദിക്കാലോ, റബ്ബേ എനിക്ക് സ്വർഗം വേണം, നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം, ദ്വാരനാ പോരെ? നമ്മൾ പറയാം, മുത്തുനബിക്ക് വസീലത്ത്, ഫളീലത്ത്, ദറജത്തുർ റഫിയ, മഖാമും മഹ്മൂദ്, അതിനുവേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ റസൂലുള്ളാഹി പറയണം, ആ ദുആ നിങ്ങൾ നടത്തിയാൽ എൻ്റെ ശഫാഅത്ത് കിട്ടും. ശഫാഅത്ത് എന്തിനാണ്? സ്വർഗം കിട്ടാൻ, പാപം പൊറുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ മുത്തുനബി പറയുന്നത് ബാങ്ക് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ദ്വാരന്നോളി, അള്ളാഹ് സ്വീകരിക്കും. നേരെ നമുക്ക് ചോദിച്ചാൽ, പഠിച്ചോ എൻ്റെ പാപം പൊറുക്കണം എന്ന് പറഞ്ഞാൽ പോരെ?
എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകം വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ? നമ്മൾ റസൂലുള്ളാഹിക്ക് വസീലത്തും ഫദീലത്തും ദറജത്തുർ റഫിയ മഖാമു മഹ്മൂദൊക്കെ ചോദിച്ച്, എന്നിട്ട് മുത്തുനബിയുടെ ശഫാഅത്ത് നമുക്ക് കിട്ടി, എന്നിട്ട് നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗം ലഭിക്കുക, പാപം പൊറുക്കുക. അതാണ് റൂട്ട്. മനസ്സിലാക്കണം എന്താണ് ശഫാഅത്ത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മുത്തുനബിയും നമ്മളും തമ്മിലുള്ള ബന്ധം രൂഢമൂലമാവുക. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയേണ്ട വിഷയങ്ങളാണ്, സമയം പരിമിതമാണ്. നമുക്ക് മൗലിദ് ഓതി ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. മുത്തുനബിയുടെ മുഹബ്ബീങ്ങളിൽ ശഫാഅത്ത് ലഭിക്കുന്നതിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട CM ഉസ്താദിനെ അനുസ്മരിക്കുന്ന സദസ്സാണ്. മുത്തുനബിയുടെ വലിയ ഒരു ആശിഖായിരുന്നു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മദ്ഹുകളും അതൊക്കെ എഴുതുകയും പാടുകയും പറയുകയും ഒക്കെ ചെയ്ത മുത്തുനബിയുടെ ഒരു മുഹിബ്ബായിരുന്നു. ഷഹീദായത് ഒരു തിങ്കളാഴ്ച രാവിലെയാണ്. ഞങ്ങളൊക്കെ സമസ്ത പറയുമ്പോൾ സമസ്തയുടെ നേതാക്കന്മാർ വഫാത്തായ രംഗങ്ങൾ പറയാറുണ്ട്. തിങ്കളാഴ്ച രാവ്, വെള്ളിയാഴ്ച രാവ്, നല്ല മാസം, നല്ല ദിവസം, അല്ലേ? യാദൃശ്ചികമല്ല. പടച്ച റബ്ബ് ബഹുമാനപ്പെട്ടവർക്ക് ഷഹാദത്തിന് അവസരം നൽകി, അതും ഒരു തിങ്കളാഴ്ച രാവിലായി, മുത്തുനബിയുടെ ഒരു ദിവസത്തിലായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വലിയ ഒരു പദവി. അവരൊക്കെയാണ് ഈ ഹുബ്ബും ഇഷ്കും മദ്ഹും നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു ആ മഹാരഥന്മാരുടെ വഴി നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.